ഹായ് ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി അതുപോലെ സ്വീറ്റ് ആയിട്ടുള്ള ജിലേബിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതിപ്പോ മിക്ക കല്യാണങ്ങൾക്കും സൽക്കാരങ്ങൾക്കും നല്ല ചൂടോടുകൂടി നമുക്ക് കയ്യിലേക്ക് ചുട്ടു തരും. അപ്പൊ അത് കഴിക്കുമ്പോൾ നമുക്ക് നിർത്താൻ തോന്നത്തില്ല, നമ്മൾ അങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും. അത്രക്കും ടേസ്റ്റ് ആണല്ലോ അതിന്. അപ്പൊ നമുക്ക് അതേ രുചിയിൽ തന്നെ വീട്ടിൽ 1/2 മണിക്കൂർ കൊണ്ട് ഇത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ജിലേബി. അപ്പൊ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു 1/2 മണിക്കൂർ മതി കേട്ടോ. ഒരു 15 മിനിറ്റ് നമുക്ക് ഇതിന്റെ ബാറ്റർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇതുപോലെ ഒരു ബൗള് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒരു 4 ടീസ്പൂണ് കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതേ അളവിൽ ഈ കോൺഫ്ലോർ എടുത്ത അതേ അളവിൽ നമുക്ക് ഈ മൈദ ഇതിന്ന് എടുത്തു മാറ്റട്ടോ. ഇതുപോലെ ഒരു 4 സ്പൂണ് നമുക്ക് ഇതിന്ന് മൈദ എടുത്തു മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതേ അളവിൽ നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഒരു കപ്പ് മൈദ എടുത്തതിൽ നിന്ന് ഒരു 4 ടീസ്പൂണ് മൈദ മാറ്റിയതിനു ശേഷം അതിലേക്ക് 4 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ എടുത്ത ബൗളിൽ തന്നെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അരിച്ചെടുത്താൽ നമുക്ക് ഒട്ടും തന്നെ പൊടിയൊന്നും പുറത്ത് പോയില്ല കേട്ടോ. ഇനി ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് ചെയ്താൽ ഇതുപോലെ നമുക്ക് ഒട്ടും പുറത്ത് പോകാതെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് കാണിക്കാം. ഇത് കണ്ടോ, ഒട്ടും തന്നെ പുറത്ത് പോയിട്ടില്ല കേട്ടോ. ബൗളിൽ ഇട്ട് നമ്മൾ അങ്ങനെ അരിച്ചെടുത്തുകൊണ്ട് കണ്ടോ ഒട്ടും പൊടി പുറത്ത് പോയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പുളിക്കായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് ചെറിയൊരു പുളിയോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ചെറിയ ജിലേബിക്ക് ചെറുതായിട്ടൊരു പുളിപ്പുണ്ടാവുമല്ലോ, അപ്പൊ അത് കിട്ടാനാട്ടോ തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല പുളി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കട്ടോ. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് വെള്ളമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നല്ല ടൈറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസ് ആക്കി എടുക്കട്ടോ. ഒരുപാട് അങ്ങ് ലൂസ് ആവണ്ട. ഈ ഒരു പരുവത്തിലാട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇതിലേറെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവ് ഒഴിക്കുമ്പോൾ ചിന്നി പോട്ടോ, നമുക്ക് അത് ഒരു ഷേപ്പിൽ കിട്ടൂല. ഇനി നമുക്ക് ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കട്ടെ. നിങ്ങൾക്ക് കളർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മള് ശർക്കര ഇട്ട് ജിലേബിയൊക്കെ വാങ്ങിക്കുമല്ലോ നമ്മൾ മലപ്പുറം മിഠായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ കളർ ചേർക്കാതെയും തയ്യാറാക്കട്ടെ. ഞാനിവിടെ കളർ ചേർക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. യെല്ലോ കളർ ചേർത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ഓറഞ്ച് ഉണ്ടെങ്കിൽ അതും ചേർക്കട്ടോ. അപ്പൊ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇതിവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കളർ എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ബാറ്ററി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര ലായനി തയ്യാറാക്കട്ടോ. ഒരു 2 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏലക്ക ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ തീർന്നത് കൊണ്ടാണ് ഗ്രാമ്പു ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് തീ കത്തിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കട്ടെ. പഞ്ചസാര ഉരുകുന്നവരെ ഒന്ന് ഉരുക്കിയെടുക്കുക. അതുപോലെ ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കട്ടോ. പരുവം വേണ്ട. നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് വരയുമ്പോൾ തമ്മിൽ കൂടി വരാത്ത രീതിയിലൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പം നമുക്കിത് പെട്ടെന്ന് നമ്മളെ ജിലേബിയിൽ പിടിക്കൂട്ടോ. അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് നൂൽപ്പരുവായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ജിലേബിയിലേക്ക് ഉള്ളിലേക്ക് മധുരം പിടിക്കൂല കേട്ടോ. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ പഞ്ചസാരക്ക് ഒന്ന് ഉരുകിയിട്ട് ഇതുപോലെ ഒരു തേൻ പോലെ കട്ടിയായി മാറും കേട്ടോ. അപ്പൊ നമുക്കിത് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ എടുത്തു വെച്ച ബാറ്ററി 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അതിനായിട്ട് ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് ഗ്ലാസ്സിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബാറ്ററി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ കവർ എടുത്തിട്ട് അതിന്റെ അരികൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ചിലരിത് കോട്ടൺ തുണിയിൽ ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 പൈപ്പിംഗ് ബാഗായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊരു നൂലോ അല്ലെങ്കിൽ റബ്ബറോ വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കട്ടെ. ഇതിന്റെ ബാക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് റബ്ബറോ നൂലോ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ അറ്റൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മാവ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഷേപ്പ് ഒന്നും കിട്ടൂല കേട്ടോ. നമ്മൾ പിന്നീട് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ശരിയായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. നമ്മൾ ചെറുതായിട്ട് ചുടുന്നത് കൊണ്ട് പെട്ടെന്ന് 2 സൈഡും ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു സൈഡ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് മറു സൈഡും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ 2 സൈഡും ഒരുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാതെ. അപ്പോൾ ഇനി നമുക്കിത് നേരെ ഈ ഓയിലിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര ലായനിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ പഞ്ചസാര ലായനിക്ക് ചെറിയൊരു ചൂട് വേണ്ട. ഒരുപാട് അങ്ങ് ചൂട് വേണ്ട. ചെറിയൊരു രീതിയിലൊരു ചൂട് വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ചൂടാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് 1 മിനിറ്റ് മതി നമുക്കിതൊന്ന് പഞ്ചസാര ലായനിൽ ഇട്ടിട്ട് എടുക്കാനിട്ട്. അപ്പോഴത്തേക്കും അതിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് പഞ്ചസാര ലായനിയൊക്കെ
അകത്തോട്ട് കയറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇനി നമുക്കിത് മുഴുവൻ ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കപ്പ് മൈദ വെച്ചിട്ട് കിട്ടിയിട്ടുള്ളത് 1 കിലോത്തോളം ജിലേബിയാണ് കേട്ടോ. ഇതുപോലെ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. ചുരുങ്ങിയ സമയം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും ഷെയറും കൂടി സബ്സ്ക്രൈബും ചെയ്ത് കൂട്ടാക്കണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.